ഇന്ന് നമുക്കൊരു കൂന്തൽ കറി ആയാലോ? എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂന്തൽ, ഞാൻ 1/2 കിലോ കൂന്തലാണ് ഇവിടെ എടുത്തേക്കുന്നത്. കൂടാതെ ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ചതച്ചെടുത്തേക്കുന്നതാണ്, വെളുത്തുള്ളി, കൂടെ തന്നെ ഒരു സവാളയും. സവാളയ്ക്ക് പകരം ചെറിയുള്ളി മാത്രമായും ചേർക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂന്തലാണിത്. കൂന്തലിനെ കണവ എന്നും അറിയപ്പെടാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യമായ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്താണ് തേങ്ങ വറുക്കുന്നത്. ഒരു ചട്ടി അടുപ്പയിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഈ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരണം. തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണില്ല. ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം തേങ്ങ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. ഈ പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ മൊരിഞ്ഞു വന്നേക്കുന്നത്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു വന്നേക്കുന്നുണ്ട് തേങ്ങ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ആറുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. തേങ്ങ ആറി വരുന്ന സമയം കൊണ്ട് നമുക്ക് കൂന്തലൊന്ന് വേവിച്ചെടുക്കാം. കൂന്തലും നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ പൊടികളും. ഈ ചേർത്ത സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കൂന്തലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനെക്കാട്ടി ഹെൽത്തി ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. തേങ്ങ നല്ലതുപോലെ നമ്മൾ എണ്ണയിലല്ലേ മൂപ്പിച്ചേക്കുന്നത്. പിന്നെ വീണ്ടും എണ്ണയിൽ ഇത് വഴറ്റിയെടുക്കുമ്പോൾ എണ്ണയുടെ കണ്ടൻറ്റ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പൊടികൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇച്ചിരി മല്ലിപ്പൊടി അധികം വേണമെന്നുണ്ടെങ്കിലും മുളക് പൊടി അധികം വേണമെന്നുണ്ടെങ്കിലും അത് ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. കൂന്തൽ വളരെ പെട്ടെന്ന് വെന്ത് വരും. നമുക്കിത് ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച്, ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇപ്പോൾ ആദ്യം നല്ലൊരു തിള വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയെടുത്ത് അതിന് ശേഷം അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. കൂന്തൽ ഡ്രൈ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിൽ നിന്നും വെള്ളം നല്ലതുപോലെ ഇറങ്ങി വരും. ഇത് നമ്മുടെ കറി ആയതുകൊണ്ടാണ് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇതിലേക്ക് പുളിക്കാവശ്യമായി 1 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. അല്ലെങ്കിൽ വാളംപുളിയും ചേർക്കാവുന്നതാണ്. വാളംപുളി ഇല്ലേ കുടംപുളി ആയാലും മതി. അല്പം പുളി ഉണ്ടെങ്കിൽ ഈ കറിയുടെ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ. തക്കാളി മാത്രമായാലും മതി. എനിക്കിവിടെ 2 പുളിയും ചേർക്കണമെന്ന് തോന്നി. അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ നന്നാവുക. ഇനി ഈ പുളിയൊക്കെ ഒന്ന് അതിലേക്ക് നല്ലതുപോലെ പിടിച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ അരച്ചെടുത്ത തേങ്ങ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്താലാണ് ടേസ്റ്റ്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ നമ്മുടെ അരപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വേവ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 1 കണവ എടുത്തിട്ട് നമുക്കൊന്ന് കൈ വെച്ച് അമർത്തി നോക്കാം. അപ്പോൾ അതിങ്ങനെ ഒരു സോഫ്റ്റായി കിടക്കുന്നുണ്ടെങ്കിൽ അത് വെന്ത് വന്നതെന്നാണ്.
അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം. നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. കൂന്തൽ നമുക്ക് കൂന്തൽ റോസ്റ്റായും കൂന്തൽ കറിയായും കൂന്തൽ ഡ്രൈ ഫ്രൈ ആയും അങ്ങനെ പല രീതിയിൽ കൂന്തൽ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒന്നാണ് കൂന്തൽ. കുട്ടികൾക്കൊക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൂന്തൽ അഥവാ കണവ. ഇനി ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് ഈ സമയത്ത് ഉപ്പ് നോക്കി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട്. അല്ലാതെ ഗരം മസാല, ചിക്കൻ മസാല അല്ലാതെ വേറെ സ്പൈസസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. മറ്റുള്ളവ ചേർത്ത് കഴിഞ്ഞാൽ കൂന്തൽ കറിയുടെ ഒരു തനത് ടേസ്റ്റ് നഷ്ടമാകും. അതുകൊണ്ടാണ് ഞാൻ വേറൊന്നും ഇതിലേക്ക് ചേർക്കാത്തത്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂന്തൽ കഷ്ണത്തിലേക്ക് എല്ലാം തന്നെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത്തിരി കറിവേപ്പില തൂവി ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം അതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കിയെടുക്കാം. കടുകും കറിവേപ്പിലയും അല്പം വറ്റൽമുളകും ചേർത്ത് ഒന്ന് കറി താളിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യണില്ലെങ്കിൽ ഈ വെന്ത കറിയിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതിയാകും. ഈ താളിപ്പ് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ദേ നമ്മുടെ കറി, വറുത്തരച്ച കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കളറൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് എനിക്കുള്ള പ്രചോദനം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വേറൊരു വീഡിയോയുമായി നമുക്ക്